ഹലോ ഗായ്സ്, ഇപ്പൊ ഏകദേശം രാവിലെ ഒരു 6 മണിയായിട്ടുണ്ട്. ഞാനും ചേട്ടനും ഇപ്പൊ നിൽക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സുധാകരൻ ചേട്ടന്റെ മരുന്ന് ബീഫ് കടയിലാണ്. കൊല്ലം ജില്ലയിൽ ബീഫിന്റെ വ്യത്യസ്തമായ രുചിവളം എന്നൊരു കടയാണ് ഇത്. ഇതിന്റെ സീക്രട്ട് ഒക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഓടിയെത്തിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗായ്സ്, ചേട്ടൻ നമ്മളെ പറ്റിച്ചു. രാവിലെ ഒരു 4 മണിക്ക് തന്നെ ബീഫിന്റെ പരിപാടിയൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ചേട്ടൻ മസാല ഇടിക്കുന്ന തിരക്കിലായിരുന്നു. സ്വന്തമായി പൊടിച്ചു കൂട്ടി ഉണ്ടാക്കിയ മസാലയും കുറെ അങ്ങാടി മരുന്നൊക്കെ ചേർത്താണ് ഈ ബീഫ് കറി ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആയുർവേദ ശാലയിൽ ചെന്ന് കയറുന്ന ഫീലായിരുന്നു. അങ്ങനെ പൊടിച്ച മസാലയെല്ലാം ആ ബീഫിലോട്ട് എടുത്ത് അങ്ങോട്ട് തട്ടി. ഏകദേശം 3.25 മണിക്കൂറോളം വിറകടുപ്പിൽ കിടന്ന് സ്ലോ കുക്ക് ചെയ്യുന്നതിനാൽ ബീഫിലെ അണുക്കൾ മുഴുവൻ നശിച്ചു പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗ്യാസ് അടുപ്പുള്ള ഈ കാലഘട്ടത്തിലും വിറകടുപ്പിന് മുന്നിൽ തീയും പുകയും കൊണ്ട് മണിക്കൂറുകളോളം നിന്നാണ് ഈ ചേട്ടൻ ഈ ബീഫെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. പാവമുള്ള മനുഷ്യൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് ഞാനും കൂടെ ഒന്ന് ഇളക്കി സഹായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബീഫ് പോയിട്ട് എന്റെ ഗ്രേവി പോലും അനങ്ങിയില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഇളക്കി അതൊന്നും അനങ്ങത്തില്ലെന്ന് എന്നെ കളിയാക്കിക്കൊണ്ട് പറയുകയായിരുന്നു. എല്ലാത്തിനും ഒരു ക്ഷമ വേണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് അവിടെ നിന്ന് റെഡി ആവട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ചേട്ടൻ ഇനി പൊറോട്ട അടിക്കാനായിട്ട് പോവാന്ന്. ഇവിടെ ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് പൊറോട്ട അടിക്കുന്നതും ബീഫ് കറി വെക്കുന്നതും എല്ലാം. ആരുടെ ഒരു സഹായമൊന്നുമില്ല, എല്ലാം തനിയെ ചെയ്യുന്നു. ഞാനാണെങ്കിൽ ഈ പൊറോട്ട അടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. എന്റെ അടുത്താണെങ്കിൽ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പൊറോട്ട എല്ലാം മുറിച്ചെടുക്കാം. ചേട്ടനാണെങ്കിൽ ഒരു ചട്ടുകത്തിന്റെ ആവശ്യം പോലും ഇല്ല. കൈ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വളരെ എക്സ്പേർട്ട് ആയിട്ട് പൊറോട്ട ഇങ്ങനെ മൊരിമൊരാന്ന് മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ നിന്നപ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഫുഡ് വാങ്ങാനായിട്ട് എത്തിയിരുന്നു കേട്ടോ. ചേട്ടന്റെ ബീഫിനാണ് അങ്ങ് ഗൾഫ് വരെ ആരാധകരേറെയാണ്. ഒരു ചേട്ടനാണെങ്കിൽ അവരെ ഭാര്യയ്ക്ക് കഴിക്കാൻ വേണ്ടി ബീഫ് വാങ്ങാനായിട്ട് ഓടി വന്നിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഇവിടുത്തെ ബീഫ് തന്നെ കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ടോണ്ട് നിന്നു. നമ്മുടെ ബീഫ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം എനിക്ക് തന്നെ പൊതി കെട്ടാനായിട്ട് പോയി. നല്ല പൊറോട്ട അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ മേളിൽ കുറച്ച് ബീഫ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വീണ്ടും കുറച്ച് ബീഫ് കറിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മേളിൽ വീണ്ടും പൊറോട്ടയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊരു പ്രസ്സിങ് ഉണ്ട് കേട്ടോ. ആ പ്രസ്സിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. വീട്ടിൽ പോയി തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ ബീഫ് കറി എല്ലാം അതിനകത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ഇതൊക്കെ കഴിക്കാനായിട്ട് തോന്നി. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ആണെങ്കിൽ ഇരുന്ന് കഴിക്കാനൊന്നും സൗകര്യമൊന്നുമില്ല. പാഴ്സലായിട്ടേ ഫുഡ് കിട്ടാറുള്ളൂ. ഏകദേശം ഒരു 11-12 മണി വരെയൊക്കെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. എപ്പോൾ ഫുഡ് തരുന്നോ അപ്പോൾ ഈ കട ക്ലോസ് ആയിരിക്കും. അങ്ങനെ ചേട്ടനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ പൊതി അങ്ങോട്ട് അയച്ചു കേട്ടോ. നല്ല അങ്ങാടി മരുന്നുകളുടെ മണം മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരുന്നു. ആ ഗ്രേവിയൊക്കെ പൊറോട്ടയിൽ ഇങ്ങനെ കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ആ ബീഫിന്റെ കാര്യം പറയണ്ട, നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതിന് എല്ല് പോലും കാണാനില്ലായിരുന്നു. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ബീഫ് കഴിച്ചെന്നും വെച്ച് ആർക്കും അസുഖമൊന്നും വരാൻ പോകുന്നില്ല. മരുന്ന് ബീഫ് തന്നെ. ഞാൻ അമ്മയ്ക്കും കൊടുത്തു, അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ